Hi, also welcome to Exam Learning. അപ്പോൾ ഇത് നമ്മൾ MTSന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പോളിനോമിയൽസിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ചെക്ക് ഔട്ട് ചെയ്താൽ അതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. യെസ്, നമ്മൾ ഓൾറെഡി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. സോ യെസ്, MTS നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പഠിക്കാത്തവരെന്ത് ചെയ്യുക, ഈ MTSയുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുക. അതിൽ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സിന്റെ സബ്ജക്ട് വൈസ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്ക് മാത്രം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിന്റെ മാത്രം വീഡിയോ കണ്ടാലും മതിയായിരിക്കും. എന്നൊക്കെ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. MTSക്ക് ചോദിക്കാൻ പറ്റുന്ന പോളിനോമിയൽസിന്റെ ചാപ്റ്റർ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. യെസ്, ഫൈൻഡ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ p of x with p of 1 equal to 1 and p of minus 1 equal to -5. ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ കാര്യം ചെയ്യാം. ജനറൽ ആയിട്ട് ഒരു സംഭവം എഴുതാം. p of x equal to ax plus b. എന്താണ് ax plus b എന്ന് വെച്ചാൽ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള ഒരു പോളിനോമിയൽ. ഓക്കെ, യെസ്, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് p of x equal to ax plus b. ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് p of 1ന്റെ വാല്യൂ 1 ആണെന്നാണ്. എന്ന് വെച്ചാൽ p of 1 equal to 1 എന്ന് വെച്ചാൽ എന്താ ഇതിന്റെ മീനിങ്? നമുക്ക് ax plus b ഉണ്ടായാലും എക്സിന്റെ വാല്യൂ 1 എടുത്താൽ നമുക്ക് 1 കിട്ടും. സോ a into 1, അതായത് a plus b എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് നമ്മളെ ഒരു ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്തൊരു ഇക്വേഷൻ നോക്കാം. p of -1 എന്ന് വെച്ചാൽ -5 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ p of -1 equal to -5 എന്ന് വെച്ചാൽ എന്താ ഇതിന്റെ മീനിങ്? -1 എക്ക് നമുക്ക് -1, എക്സിന് നമുക്ക് -1 കൊടുത്താൽ എന്താ ഉപയോഗിക്കുക? a into -1 -a എന്നാകും. -a plus b എന്ന് വെച്ചാൽ എന്തായിരിക്കും? -5 ആണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇത് എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി സോൾവ് ചെയ്താൽ മതി. സോ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ കൂടി അങ്ങ് ആഡ് ചെയ്യാൻ പോവാം. 1 + 2 ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? a - a കൂടി ആഡ് ചെയ്താൽ 0 കിട്ടും. bയും കൂടി ആഡ് ചെയ്താൽ 2b കിട്ടും. 1ഉം -5ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് -4 കിട്ടും. സോ 2b = -4 ആണെങ്കിൽ നമുക്കറിയാം b = എന്തായിരിക്കും? -2 ആയിരിക്കും. b -2 ആയാൽ ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? a = 3 കിട്ടും. സോ നമുക്ക് ആൻസേഴ്സ് കിട്ടി. a = 3, b = -2, which means നമ്മുടെ പോളിനോമിയൽ വരാൻ പോകുന്നത് എന്തായിരിക്കും? ax plus b, അതായത് 3x - 2. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ വരിക? എ ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. ഈ ഒരു പോളിനോമിയൽ നമുക്ക് എക്സിന് 1 കൊടുത്താൽ ഈ ആൻസർ 1 ആയിരിക്കും. എക്സിന് -1 കൊടുത്താൽ ഈ ആൻസർ -5 ആയിരിക്കും. യെസ്, എന്നൊക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. p of x equal to ഈ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് p of -2 - p of -1 by p of 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് p of 0 അങ്ങ് കണ്ടുപിടിക്കാം. യെസ്, p of 0 എന്താ വരാൻ പോകുന്നത്? p of 0 is equal to എന്താ വരിക? 2 into 0ന്റെ ക്യൂബ് -3 into 0ന്റെ സ്ക്വയർ plus 8 into 0 plus 1. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എന്താ വരിക എന്നറിയാം. ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും. ലാസ്റ്റ് 1 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമുക്ക് p of -2 അങ്ങ് കണ്ടുപിടിക്കാം. അതെന്താ വരാൻ പോകുന്നത്? 2 into -2ന്റെ ക്യൂബ്, ഓക്കെ, -3 into -2ന്റെ സ്ക്വയർ, അടുത്തത് 8 into -2 plus 1. ഇതിന്റെ വാല്യൂ എന്താ വരിക? യെസ്, -2ന്റെ ക്യൂബ് ചെയ്താൽ നമുക്ക് -8 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. -8 into 2 ചെയ്താൽ -16. ഇതിവിടെ -2ന്റെ സ്ക്വയർ ചെയ്താൽ 4 കിട്ടാൻ പോകുന്നത്. 4 into -3 ചെയ്താൽ -12. 8 into -12 ചെയ്താൽ -2 ചെയ്താൽ -16 plus 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ -32, അത് ഇതിനോട് ആഡ് ചെയ്താൽ -44 plus 1 -43. സോ നമുക്ക് p of -2 എന്താന്ന് കിട്ടി. ഇനി നമുക്ക് p of -1 കണ്ടുപിടിക്കാം. ഇതെന്താ വരാൻ പോകുന്നത്? സോ 2 into -1ന്റെ ക്യൂബ്, -3 into -1ന്റെ സ്ക്വയർ, അടുത്തത് +8 into -1, ലാസ്റ്റ് +1. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് -2 കിട്ടും. അടുത്തത് -3, അടുത്തത് -8 plus 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് -12 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. p of -2 - p of -1 divided by p of 0 എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. p of -2 എന്താ? -43 മൈനസ് p of -1 എന്താ? -12 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? p of 0 1 ആയിരിക്കും. ഓക്കെ, സോ ഇതെന്താ വരിക? -43 + 12, അതായത് 12 - 43, അതിന്റെ വാല്യൂ എന്താ വരിക?
-31 ആയിരിക്കും. യെസ്, -31 ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ. സോ ഏത് ഓപ്ഷൻ ആ സി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇനി പോളിനോമിയൽ പി ഓഫ് എക്സ് പി ഓഫ് 1 = 0 അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നല്ല ഒരു ഐഡിയ വേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പി ഓഫ് എക്സിന് നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു ഇതാക്കി എഴുതാം. a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ പ്ലസ് ആൻഡ് സോ ഓൺ. ഓക്കെ, നമ്മൾ ചോദിച്ചിട്ടുള്ളത് സം ഓഫ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് എത്രയെന്നാണ് ചോദിച്ചത്. നമുക്ക് പി ഓഫ് 1 കൊടുത്താൽ 0 കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പി ഓഫ് 1 = 0 എന്ന് വെച്ചാൽ എന്താ, അതിന് പി ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കുക? a0 പ്ലസ് എക്സിന് 1 എടുക്കുക, അപ്പൊ നമുക്ക് എന്താ കിട്ടുക? a1 × 1 പ്ലസ് a2 × 1² പ്ലസ് a3 × 1³ പ്ലസ് ആൻഡ് സോ ഓൺ = 0. ഇനി 1ന്റെ സ്ക്വയറും ക്യൂബ് ഒക്കെ 1 ആണെന്ന് നമുക്കറിയാം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? a0 പ്ലസ് a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് ആൻഡ് സോ ഓൺ = 0. എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് സം ഓഫ് കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ ആ സം ഓഫ് കോഎഫിഷ്യന്റ് എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? അത് 0 ആയിരിക്കും. സോ എ ഓപ്ഷൻ ആയിരിക്കും ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ. നമ്മളിവിടെ എന്താ ചെയ്തത്? പി ഓഫ് 1 നേരിട്ട് അങ്ങ് കൊടുത്തു, എന്നിട്ട് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇതെന്താണ്? സം ഓഫ് കോഎഫിഷ്യന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. സോ എ ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. എന്നാ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. യെസ്, ഇഫ് സം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് 0 അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫാക്ടർ എന്താണ്? സം ഓഫ് കോഎഫിഷ്യന്റ് 0 ആണെങ്കിൽ എന്ന് വെച്ചാൽ നേരത്തെ ക്വസ്റ്റിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എക്സ് = a0 പ്ലസ് a1x പ്ലസ് a2x പ്ലസ് a2x² പ്ലസ് a3x³ പ്ലസ് അങ്ങനെ കുറച്ച് വാല്യൂസ് ആണ്. ഇത് ഇൻഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ പോകുന്ന സംഭവം ഒന്നല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നിൽക്കും. പക്ഷെ നമുക്ക് എത്ര ഡിഗ്രി ആണെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് എഴുതി വെച്ചു എന്ന്. ഈ സംഭവം ഇതിന്റെ കോഎഫിഷ്യന്റുകളെ സംബന്ധിച്ചാൽ a0 പ്ലസ് a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് അങ്ങനെ കോഎഫിഷ്യന്റുകൾ മാത്രം എടുത്താൽ അതിന്റെ സം 1 ആണ്, സോറി 0 ആണ്. അങ്ങനെ കേസ് എങ്ങനെയായിരിക്കും വരിക? സം ഓഫ് കോഎഫിഷ്യന്റ് 0 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കേസ് വരുന്നത് എപ്പോഴാണ്? പി ഓഫ് 1 എടുക്കുന്നത്. സോ പി ഓഫ് 1 എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് a0 പ്ലസ് a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര. അതെന്താന്ന് പറഞ്ഞിട്ടുള്ളത്? 0 ആണ്. വിച്ച് മീൻസ് പി ഓഫ് 1 = 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ x-1 ഇതിന്റെ ഫാക്ടർ ആണ് എന്ന്. x-1 is a factor of p of x. ഇതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? x-1 ആയിരിക്കും റൈറ്റ് ആൻസർ. പി ഓഫ് 1 0 കിട്ടിയാൽ x-1 അതിന്റെ ഫാക്ടർ ആണ്. പി ഓഫ് 2 0 കിട്ടിയാൽ x-2 അതിന്റെ ഫാക്ടർ ആണ്. ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകും. യെസ്, പി ഓഫ് എക്സ് = ഈ വാല്യൂ തന്നിട്ടുള്ളത് ഈ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. പി ഓഫ് -2ന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, പി ഓഫ് -2 = 0 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് k എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക, എന്നിട്ട് നിങ്ങൾ എല്ലാവരും ആൻസർ കമന്റ് സെക്ഷനിൽ മാർക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം.